ഇന്ന് നമ്മളൊരു ക്ഷേത്രത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. 2 ദിവസം മുന്നെയാണ് ഒരു റീൽസ് കണ്ടത്. അതിൽ അരുണാചലേശ്വർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെമ്പിളിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ അത്. അപ്പോൾ അത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ തിരുവണ്ണാമല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളിരിക്കുന്ന സ്ഥലത്തുനിന്ന് ഈ ഒരു തിരുവണ്ണാമല അരുണാചലേശ്വർ ടെമ്പിളിലേക്ക് ഒരു ഏകദേശം 6 to 7 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വേഗം തന്നെ ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. കാരണം ഈ ഒരു 6-7 മണിക്കൂർ യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര പരിചയമില്ലാത്തൊരു വഴികളാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി എന്താവും എന്നുള്ളത് അറിയില്ല. കറക്റ്റ് ടൈമിന് അവിടെ എത്തണം. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് തന്നെ നമ്മൾ റൂമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയെന്നുള്ളത് അറിയാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ നിയറായിട്ട് നമ്മൾ ഒരു റൂംസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പോണ വഴി എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള വഴികളാണ് കേട്ടോ. കാരണം അവർ കൂടുതലും മുല്ല കൃഷികൾ, ചോളം അങ്ങനെയുള്ള കൃഷിയിടങ്ങളായിരുന്നു 2 സൈഡ്. പിന്നെ അവർ ഈ ചോളങ്ങൾ നമ്മൾ കിലോമീറ്റർ കണക്കിനാണ് അവർ റോഡ് സൈഡിലൊക്കെ ഇട്ടിട്ട് ഉണക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ അവിടെ ഏകദേശം ഒരു അരുണാചലേശ്വർ ടെമ്പിളിൻ്റെ അവിടെ എത്താറായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു വില്ലേജാണ്. ഈ ഒരു തിരുവില്ലാമല എന്ന് പറയുന്ന ആ ഒരു ഈ ഒരു അരുണാചലേശ്വർ ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണ അത് അത്രമാത്രം പുരോഗമനേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നു അവിടെ ടൂറിസം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു അരുണാചലേശ്വറിനെ പറ്റിയിട്ടും അത് ചോള രാജാക്കന്മാരുടെ കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ച ഒട്ടുമിക്ക ടെമ്പിൾസിൻ്റെയും കാര്യങ്ങൾ നമുക്കറിയാം. ഒറ്റ കല്ലിൽ തീർത്തിട്ടുള്ള പ്രതിമകളായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കൊത്തുപണികളായിരിക്കും. അതിഗംഭീരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ക്ഷേത്രമാണെന്നാണ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാനും അതിനെ പറ്റിയിട്ട് നമുക്ക് കേൾക്കാനും താല്പര്യം ഉണ്ടാകുമ്പോൾ പോവാൻ ഒബ്വിയസ്ലി നമുക്കതിന് താല്പര്യം ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഹോട്ടലിൽ എത്തി ഒരു 4 മണിയോട് കൂടിയിട്ടാണ് എത്തി. അപ്പോൾ അവിടെ തൈര് സാധാനം ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മളത് കഴിച്ച് അവിടെ റെസ്റ്റ് എടുക്കുകയാണ് ചെയ്തത്. പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത്.